എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മീറ്റ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ആയാലും ബീഫ് ആയാലും ഏത് തരം നോൺ വെജ് ആയാലും ഈ മസാല ചേർത്താൽ കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ അധികം താമസിയാതെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചേർക്കുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം അഥവാ വലിയ ജീരകം എന്ന് പറയും. ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇത് ഒരുപാട് അളവിൽ പൊടിച്ച് വെക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ പൊടിച്ച് വെച്ചിട്ടെടുക്കുമ്പോഴാണ് നല്ല മണം കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയാണ് ചേർക്കുന്നത്. മുഴുവനുള്ള മല്ലിയാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി 6 എരിവുള്ള വറ്റൽമുളകാണ്. ഇതിന് പകരം നിങ്ങൾക്ക് പിരിയമുളകും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഏലക്കായാണ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ ചേർക്കുന്നത് ഗ്രാമ്പുവാണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ ഗ്രാമ്പു മതി, ഒരുപാട് കൂടണ്ട. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. ഒരു വലിയൊരു കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ പെട്ടെന്നത് ഫ്രൈ ആയി കിട്ടും. പിന്നെ ഒരു ജാതി പത്രി ഒന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി 3-4 ചെറിയ ബേ ലീവ്സും കൂടെ ചേർക്കുന്നുണ്ട്. ഏറ്റവും അവസാനം നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. മീറ്റ് മസാലയിൽ വളരെ കുറഞ്ഞ അളവിൽ ഉലുവയും കൂടെ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇത് ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇങ്ങനെ വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങ് മൂത്ത് കരിഞ്ഞു പോയാൽ മസാലയുടെ മണം കിട്ടില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നൊരു പരുവം ആകുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഒരു പരുവത്തിൽ വറുത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ ഇത് പൊടിച്ച് എടുക്കുക. അപ്പോൾ നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ചെറിയ കുപ്പികളിലാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഒരുപാട് അളവിൽ ഉണ്ടാക്കി വെക്കുന്നതിനെക്കാട്ടിൽ നല്ലത് കുറച്ച് അളവുകളിൽ ഉണ്ടാക്കി വെച്ചിട്ട് തീരുമ്പോൾ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോഴാണ് നല്ലത്. ആ മണം പോകാതെ ഫ്രഷായിട്ട് ഇരിക്കും. അതുപോലെ തന്നെ ഇതിൽ നിന്നും ആവശ്യാനുസരണം കറികളിൽ ചേർക്കാം. ചിക്കൻ കറി ആയാലും അതുപോലെ തന്നെ ബീഫ് കറി ആയാലും ഒക്കെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ മല്ലി, മുളക്, കുരുമുളകൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നമുക്കിത് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നമ്മുടെ കറിയുടെ അളവനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. നല്ല മണമുള്ളൊരു മസാലയാണ്. നമ്മളിതിന് മുൻപ് ഗരം മസാല അതുപോലെ തന്നെ ബിരിയാണി മസാല ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓരോ ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസിൻ്റെ വ്യത്യാസമാണുള്ളത്. അപ്പോൾ നമ്മൾ മലയാളികളുടെ മീറ്റ് മസാലയിൽ നമ്മൾ ചെറിയ ജീരകം ചേർക്കാറില്ല. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് അവർ ചെറിയ ജീരകം പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് കാർഡമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കും. ഇത് വന്നിട്ട് നമ്മുടെ കേരള സ്റ്റൈലിലുള്ള നാടൻ കറികൾക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു മീറ്റ് മസാലയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്